ഹലോ, ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിതാ ചോറുണ്ട്. പിന്നെ ചോറ് എന്തായാലും ഉണ്ടാവുമല്ലോ, എന്നാലും ചോറ് ഒരു ഐറ്റം ആണല്ലോ. അങ്ങനെ ചോറുണ്ട്. കറികളായിട്ട് ഇന്ന് ആദ്യം തന്നെ ഉപ്പേരി കാണിക്കാം. ഉപ്പേരി എനിക്കില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ, കയ്പുപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പച്ചക്കറീൻ്റെ കൂടെയല്ല, ഈ നോൺ വെജ് കറീൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത്, അതായത് പച്ചക്കായ ഉപ്പേരി. അത് നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായി വേവിക്കുക, അതായത് ഒരു ഗ്രേവി പോലെ വേവിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ രാവിലെ കുറച്ച് ഗ്രേവിയിലാണ് ആക്കിയത്, ഉച്ചയാകുമ്പോഴത്തേ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് പച്ചക്കറി ഉണ്ടായിരുന്നു. പച്ചക്കറി എന്തായാലും നോൺ വെജ് കറി ഉണ്ടാവും, എന്തായാലും പച്ചക്കറി ഉണ്ടാവും. ഷൈജേട്ടൻ ചിക്കൻ അല്ലാത്ത മീനൊന്നും കഴിക്കാത്തത് കൊണ്ട് എന്തായാലും പച്ചക്കറി എനിക്ക് വെച്ചേ പറ്റുള്ളൂ. അപ്പം നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ 2 കറി എന്തായാലും വേണം. അതായത് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ എന്തായാലും ഒരു പച്ചക്കറി വേണം. അങ്ങനെ പച്ചക്കറിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പരിപ്പും തക്കാളിയും പിന്നെ വെള്ളരിയും കൂടി തേങ്ങ അരച്ച് കറി വെച്ചിട്ടാണുള്ളത്. അതാണ് നമ്മുടെ വെജ് കറി ഐറ്റത്തിലുള്ളത്. ഇനി നമുക്ക് നോൺ വെജ് ആയിട്ട് ഫിഷാണ്. ഫിഷ് അയിലയായിരുന്നു. അയില ഞാൻ മുളകിട്ട് വെച്ചതാണ്. എനിക്ക് മുളകിട്ട കറിയും, അതായത് മീൻ മുളകിട്ട മീൻ കറിയും പച്ചക്കറിയും ഈ വാഴയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ നമ്മുടെ കയ്പുപ്പേരി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ചക്കറിയും നോൺ വെജ് കറിയും ഞാൻ പറയുന്ന സമയത്ത് എനിക്കൊരു നൊസ്റ്റാൾജി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ആ ഉച്ചത്തെ ഫുഡില്ലേ ഭയങ്കരമാണ് കേട്ടോ. അതായത് നമ്മളെ കോഴിക്കോട് സൈഡ് ഇവിടെ അത്ര അങ്ങനെയൊന്നുമില്ല. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്രാവ് തേങ്ങ അരച്ച കറി ഉണ്ടാവും, പച്ചക്കറി ഉണ്ടാവും, പിന്നെ പാർട്സ് ആണെങ്കിൽ പാർട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം കൂടി ഒരു ഉപ്പേരി ഉണ്ടാവും, പപ്പടവും ഉണ്ടാവും, അച്ചാറും ഉണ്ടാവും. ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഭയങ്കര അതിൽ ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ സ്രാവ് തേങ്ങ അരച്ച കറിയാട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അന്നൊക്കെ കേട്ടോ. ഇപ്പം ഇന്നതൊക്കെ പോയി. ഇപ്പം അങ്ങനെ എല്ലാവരും ചിക്കൻ കറിയാണ് എല്ലാവരും ആക്കുന്നത്, പെട്ടെന്ന് പണി കഴിയുമല്ലോ. അന്ന് പക്ഷെ അങ്ങനെയല്ല. അന്നത്തെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അമ്മമാരൊക്കെ നിരന്ന് നിന്ന് അങ്ങനെ അമ്മിയിൽ അങ്ങനെ അരക്കും, ഞങ്ങൾ കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു, ഭയങ്കര കളിയായിരിക്കും. അന്നത്തെ ആ ഒരു ഫുഡ് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റി ഫുഡായിരുന്നു. അതൊന്നും ഇപ്പോൾ ഏതൊരു കല്യാണത്തലേന്ന് ആ ഒരു ഫുഡിൻ്റെ ആ ഒരു കോംബോ ഐറ്റംസ് ഒന്നും കിട്ടാൻ തന്നെ ഇല്ല. ഇന്നത്തെ എൻ്റെ ലഞ്ച് ഐറ്റംസ് വരുന്നത് ഇതൊക്കെയാണ്. അപ്പം ഞാൻ മടമടാന്ന് അടിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.